അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സൊന്നും ഇല്ലാത്ത 2 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സാധാരണ ഇങ്ങനെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതലും ക്ലീനിങ് അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ക്ലീനിങ്, അതേപോലെ തന്നെ ചെടി നനയ്ക്കുക അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നത്തെ ചെടിയായിരുന്നു ഞാൻ ആദ്യം നനച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോത്ത്സ് എല്ലാം വിരിച്ചിട്ടു. കാരണം ഈ ടൈമിൽ നല്ല വെയിലുണ്ടാവും, അപ്പോൾ എന്തായാലും വേഗം തുണികളൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ അതെല്ലാം ഞാൻ ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾക്ക് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ അങ്ങനെ വിചാരിക്കണു ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന്. കാരണം ഇങ്ങനത്തെ പാക്കറ്റ് ഞാൻ കൂടുതലും വാങ്ങൽ ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ അടുത്ത് വാങ്ങിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ബൂസ്റ്റിന് പേര് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ പഞ്ചാര അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദോശ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ദോശ തന്നെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇത് കണ്ടാൽ വിചാരിക്കും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ദോശ ചുടുന്നതെന്ന്. അങ്ങനെ ആരും വിചാരിക്കേണ്ട, കാരണം ഞാൻ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ വൃത്തിക്ക് വരുന്നതാണ് ഇപ്പോൾ. പിന്നെ മോനൂന് മദ്രസ പോകേണ്ടതുകൊണ്ട് ഞാൻ അവന് വേഗം ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ പോകാൻ. അപ്പോൾ അങ്ങനെ അതും സെറ്റാക്കി കൊടുത്തിട്ട് പിന്നെ പാല് തിളച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പിന്നെ ബൂസ്റ്റിൻ്റെ പൗഡറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പേരിന് മാത്രമേ ഉള്ളൂ ബൂസ്റ്റ്. ഒന്നാമത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് പൊടി കുറഞ്ഞു പോയി എന്ന് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നുണ്ട് ലോങ് വീഡിയോസിൽ ഞാൻ പറയുന്നതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി ലോങ് വീഡിയോസ് ഇടാമെന്നുള്ളത്. പക്ഷേ കുറേ സാഹചര്യങ്ങളൊക്കെ കാരണം വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് സജഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാം. അങ്ങനെ പിന്നെ ഒരു രണ്ടാളും മദ്രസ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ട് എന്തോ പറയാൻ വേണ്ടി വന്നതാണ്, എൻ്റെ ഇടയിൽ വീഡിയോ കട്ടായി പോയി. പിന്നെ ഞാൻ പറയാനും മറന്നു. അങ്ങനെ ഞാൻ ബാക്കിൽ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രണ്ടിലുള്ള ചെടികൾ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഡെയിലി എൻ്റെ ഡ്യൂട്ടി ആയിട്ടുണ്ട്. ക്ലാസ്സുള്ള ടൈമിൽ വൈകുന്നേരം നനക്കും, ഇല്ലാത്തപ്പോൾ രാവിലെ നനക്കും. എന്തായാലും നല്ല കുറച്ച് ഹാബിറ്റ്സ് 2026 ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നേ ചെയ്യലുണ്ട്, പക്ഷേ ഇങ്ങനെ ടൈം സ്പെൻഡ് ആക്കലില്ല, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് ഞാൻ ഈ ടേബിൾ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കാറ്. കാരണം നമ്മൾ 3 പഠിക്കാതിരിക്കണോണ്ട് തന്നെ ടേബിളിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ക്ലീനാക്കാൻ വിചാരിക്കുമ്പോൾ പിന്നെ അങ്ങനെ മടി കാരണം ഞാൻ നാളെ വെച്ചിട്ട് അങ്ങനെ വെക്കും. എന്തായാലും ഞാൻ ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നൽ. പക്ഷെ തോന്നൽ മാത്രമേ ഉള്ളൂ, കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഫ്രഷാലും നിസ്കാരം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വ്ളോഗ്സോ കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ നിസ്കരിക്കാൻ നീച്ചപ്പോഴാണ് ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ്സിന് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അതേപോലെ തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് കാണേണ്ടത് എന്നുള്ളത് പറയുക. എന്നെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടൻറ് ഐഡിയാസൊക്കെ നിങ്ങൾ പറയും കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ കുറച്ച് നേരം അമ്മാനെ ഹെൽപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഒരു ക്ലെൻസർ ഇടും, അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ലിപ് ബാം ഇട്ടെടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ക്ലാസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടും. അല്ലാണ്ട് ഞാൻ വീട്ടിലേക്കുമ്പോൾ അങ്ങനെ സൺസ്ക്രീനൊന്നും ഇടലില്ല. ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണം എന്നൊക്കെയാണ്, പക്ഷേ ഞാൻ ഇടലില്ല എന്നാണ് പറഞ്ഞത്. ഇനി കുറച്ച് നേരം ഞാൻ പഠിക്കാതിരിക്കുക എന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ടു സ്റ്റഡി. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ടൈം ലാപ്സ് ചെയ്ത് ഫോൺ അവിടെ വെക്കണമെന്നൊക്കെ മനസ്സിലാവണില്ല. കാരണം ഞാൻ ഫോൺ വെച്ചുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അക്കൗണ്ടൻസി കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബോർഡിൽ എക്കണോമിക്സിൽ ഗ്രാഫ് വരച്ചിട്ട് അങ്ങനെ പഠിക്കുകയാണ്. ഞാൻ ഫോൺ വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഗ്രാഫ് എത്ര വരച്ചിട്ടും ശരിയാവണില്ല. അതിൻ്റെ തലേ ദിവസം ഞാൻ നല്ല മര്യാദക്ക് പഠിച്ച് വൃത്തിയാക്കി വെച്ചതാണ്. കാണാണ്ട് വരക്കുമ്പോൾ എന്താ പറയുക, ഫോണും കൂടെ വെച്ചുകൊണ്ട് ഒക്കെ കൂടെ സ്ട്രെസ്സായിട്ട് നേരത്തിൽ വരക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ച പോർഷൻസൊക്കെ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഗ്രാഫ് വരക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ആകെ മൊത്തത്തിൽ എന്താ പറയുക അന്തം വിട്ടുകൊണ്ടാണ് ഞാൻ ഗ്രാഫ് വരച്ചു തുടങ്ങിയത്. കാരണം എന്തോ ഒരു എന്താ പറയുക ഒരു ഇത് തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും വായിച്ചിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെയാണ് വരക്കണത്. പിന്നെ ഇത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ അത് എത്ര വരച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വൃത്തി തന്നെ ആവണ്ടായിരുന്നില്ല. കാണാതെ വരക്കുമ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രെസ്സും എല്ലാം കൂടെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ പിന്നെ വരച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് പറയാം. എന്നാൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രാഫ് വർക്കിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്നും കൂടെ അതിൻ്റെ തിയറി ഭാഗങ്ങളൊക്കെ നല്ലോണം പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എക്സാം ആകുമ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക്സ് സബ്ജക്റ്റ് എൻ്റെ കവറായിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഏകദേശം എടുത്തത് വരെ എല്ലാതും പഠിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രാഫും അല്ലാത്ത തിയറി പാർട്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണത് ഇത് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് വേറൊരു ബുക്കിലേക്ക് എഴുതണം. അതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാനാണ്. അതാവുമ്പോൾ എക്സാംസൊക്കെ ആകുമ്പോൾ ഞാൻ അതാണ് കൂടുതൽ റെഫർ ചെയ്യാറ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്റ്റഡി വ്ളോഗ്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് പറയുക. എന്നാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. യെസ്, ഏകദേശം കുറച്ചൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി പോയിട്ട് ബുക്ക് വായിക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ക്ലാസ്സുള്ള ടൈമിൽ ബുക്ക് വായിക്കലൊക്കെ നടക്കും. ഫ്രീഡൊക്കെ അങ്ങനെയൊക്കെ വായിക്കും. പക്ഷേ ഇല്ലാത്ത ദിവസം കുറച്ച് പാടാണ് ബുക്ക് വായിക്കാൻ. അപ്പോൾ ബുക്ക് വായിച്ചിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് ബുക്ക് വായിച്ചിട്ടില്ല. അപ്പോൾ ബുക്ക് വായിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ബുക്കാണ് ഇക്കിഗായ് അതേപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ്. ഇക്കിഗായ് ഏകദേശം എൻ്റെ കയ്യാറായി, അറ്റോമിക് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ഇവിടെ എൻഡ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല കണ്ടൻറ് ഐഡിയാസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി കൊണ്ട് കഴിയണമെങ്കിൽ എന്തായാലും ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ബൈ.